ഞങ്ങളങ്ങേ അങ്ങയുടെ സന്നിധിയിൽ വരുവാൻ തക്കോണം തന്ന അവസരത്തിനായിട്ട് സ്തോത്രം. കർത്താവെ, ഞങ്ങൾ പഠിക്കാൻ പോകുന്ന പാഠം കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിനെ കംപ്ലീറ്റ് ആയിട്ട് തിരിച്ചു മറിക്കുന്ന ഒരു പാഠമാക്കി മാറ്റി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഞാൻ ഈ ദിവസങ്ങളിൽ ഒരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അതിനകത്ത് സാറായെ, ബൈബിളിലെ സാറായെ പറ്റി പറഞ്ഞ ഒരു ഭാഗം വായിക്കുമായിരുന്നു. എന്നെ അത് വളരെയധികം സ്ട്രെങ്തൻ ചെയ്തു. ഇത് ശ്രദ്ധിക്കുന്ന എല്ലാവരെയും കർത്താവ് ആ വചനം മുഖാന്തരം സ്ട്രെങ്തൻ ചെയ്യട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുക. സാറയെ പറ്റി ബൈബിളിൽ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം അതിന്റെ 30-ാം വാക്യമാണ്. ആ ഇൻട്രൊഡക്ഷൻ വളരെ സങ്കടകരമായി. ആക്ച്വലി വായിച്ചാല് സാറായി മച്ചിയായിരുന്നു, അവൾക്ക് സന്തതി ഉണ്ടായിരുന്നില്ല. സാറായി മച്ചിയായിരുന്നു, അവൾക്ക് സന്തതി ഉണ്ട്. 5 വാക്കുകളേ ഉള്ളൂ. പക്ഷെ വളരെ വളരെ ഒരു നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത എന്തെല്ലാം ഇമോഷൻസ്, വികാരങ്ങൾ ഇൻവോൾവ് ആയിരിക്കും. ഒരു മച്ചിയായിരിക്കുന്ന ഒരു സ്ത്രീ. അബ്രഹാമിനെ ദൈവം വിളിച്ചിറക്കിയതാ, പക്ഷെ സാറായി മച്ചിയായിരുന്നു, അവൾക്ക് മക്കൾ ഉണ്ടായിരുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് ഈ രീതിയിലുള്ള ബാരൻ ആയിട്ടിരിക്കുന്ന, അതായത് ഒന്നും ഇല്ലാത്ത അൺഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള നമുക്ക് അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടാകാം, കണ്ടിന്യൂ ചെയ്തുണ്ടാകാം. ആ സാറായിയാണ് പറ്റിയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. സാറായി പലപ്പോഴും തന്നോട് തന്നെ ചോദിച്ചു കാണും, അല്ലെങ്കിൽ ദൈവത്തോട് ചോദിച്ചു കാണും, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ദൈവം എന്നെ ഇങ്ങനെ ആക്കിയത്. ചിലപ്പോ തന്നെത്താനെ ഗിൽറ്റ് ഉണ്ടായി കാണും. അയ്യോ, അബ്രഹാമിന് ദൈവം ഇത്രയും വലിയ പ്രോമിസ് കൊടുക്കുന്നുണ്ട്, പക്ഷെ അബ്രഹാമിനെ വിളിച്ചു വരുത്തി, പക്ഷെ എനിക്ക് മക്കളില്ല. ഇത് ആ പുറപ്പെടുന്നതിന് മുമ്പുള്ള സെന്റൻസ് ആണ് സാറായി മച്ചിയായിരുന്നു. പക്ഷെ പുറപ്പെട്ടതിന് ശേഷവും അടുത്ത 25 വർഷവും മക്കളില്ലാതെയാണ് സാറായി തുടർന്നത്. അപ്പൊ എല്ലാ പ്രാവശ്യം എന്റെ കുറ്റം കൊണ്ടാണോ മക്കൾ ഉണ്ടാകാത്തത്? എസ്പെഷ്യലി ഇസ്മായിൽ ഉണ്ടായപ്പം തീർച്ചയായിട്ടും അബ്രഹാമിന് കുഴപ്പമില്ല, എനിക്കാ കുഴപ്പം. അപ്പൊ എന്റെ എന്തെങ്കിലും തെറ്റ്, ഇങ്ങനെ പല പല ക്വസ്റ്റ്യൻസ് സാറായിയെ പ്ലേഗ് ചെയ്ത് കാണും. എന്നാൽ സാറായുടെ വിശ്വാസം എങ്ങനെ ഈ ഒരു ജീവിതത്തിൽ കൂടി വർദ്ധിച്ചു എന്നുള്ളതാ ഞാൻ ഇന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ദൈവം അബ്രഹാമിനോടാണ് പ്രോമിസ് ചെയ്തത്. ഈ 12-ാം വാക്യത്തിൽ 11 നമ്മൾ വായിച്ചത്. 12-ാം അധ്യായം എടുത്താൽ 12-ാം അധ്യായത്തില് അബ്രഹാമിനോടാണ് പറയുന്നത്, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാൻ ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. അതാണ് അബ്രഹാമിന്റെ പ്രോമിസ്, അബ്രഹാമിനോട് ദൈവം കൊടുത്ത പ്രോമിസ്. അത് കഴിഞ്ഞ് നമുക്കറിയാം 16-ാം അധ്യായം വരുമ്പോൾ അവിടെ 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 ഈ 16-ഉം ഇടയ്ക്കുള്ള അധ്യായങ്ങളിലൊക്കെ ഇസ്മായിലിന്റെ കഥ നമുക്കറിയാം. അപ്പൊ ചിലപ്പോൾ സാറായി വിചാരിച്ചു കാണും, ഓക്കെ, ഇത് ഈ വഴിയായിരിക്കും, സാരമില്ല, ഈ വഴിയായിരിക്കും എന്ന്. പക്ഷെ 17-ാം അധ്യായത്തിൽ ദൈവം പിന്നെ സ്പെസിഫിക് ആക്കുന്നുണ്ട് പ്രോമിസ്. ഉൽപ്പത്തി 17-16 വായിച്ചാൽ 17-16 അവളിൽ നിന്ന് ഞാൻ അവളെ അനുഗ്രഹിച്ച് അവളിൽ നിന്ന് നിനക്കൊരു മകനെ തരും. ഞാൻ അവളെ അനുഗ്രഹിക്കുകയും അവൾ ജാതികൾക്കും മാതാവായി തീരുകയും ജാതികൾ രാജാക്കന്മാർ അവളിൽ നിന്ന് ഉത്ഭവിക്കുകയും ചെയ്യും എന്ന് അരുളി ചെയ്തു. ഇതൊരു വലിയ പ്രോമിസാ. കർത്താവിന്റെ പ്രോമിസസ് ഒരിക്കലും മാറത്തില്ല പ്രിയപ്പെട്ടവരെ. അത് വർഷങ്ങൾ കഴിഞ്ഞാലും പിന്നെയും കർത്താവ് ഒന്നുകൂടെ സ്പെസിഫിക് ആയിട്ട് നമുക്ക് പറഞ്ഞു തരികയുള്ളൂ. അവർക്ക് വരുന്നത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സ്ട്രഗിൾസ് എന്തുവാ, നമുക്ക് എന്തൊക്കെയാ പ്രയാസമുള്ളത്, നമ്മുടെ സ്ട്രഗിൾസിനകത്ത് ദൈവം നമുക്ക് ചിലപ്പോൾ ഫിസിക്കൽ സ്ട്രഗിൾസ് ആയിരിക്കും, ചിലപ്പോൾ മെന്റൽ സ്ട്രഗിൾസ് ആയിരിക്കും, ചിലപ്പോൾ ഫിനാൻഷ്യൽ സ്ട്രഗിൾസ് ആയിരിക്കും, സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളായിരിക്കും. കർത്താവ് സാറായോട് പറഞ്ഞ പോലെ കർത്താവിന്റെ പ്രോമിസസ് ഞാൻ അവസാനം വായിക്കാൻ ഒരു വാക്യം ചിന്തിച്ചത് സങ്കീർത്തനം 46 അവിടെ എഴുതിയിരിക്കും, നാം ഭയപ്പെടുകയില്ല. എന്നെ ഒത്തിരി അത് ചിന്തിപ്പിച്ചു. ഏത് പ്രശ്നം വന്നാലും നാം ഭയപ്പെടുകയില്ല. Therefore we will not fear. നമ്മൾ ഒരു പ്രയാസത്തിലും നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ദൈവം ഒരു വലിയൊരു ജോനാഥൻ എഡ്വേർഡ്സ് എന്ന് പറഞ്ഞിട്ട് വലിയൊരു ദൈവദാസൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ അമ്മയുടെ പേര് എസ്തർ എഡ്വേർഡ്സ് എന്നാ. ഈ എസ്തർ എഡ്വേർഡ്സിനെ പറ്റി വായിക്കുമ്പോൾ വളരെ വളരെ ഗോഡ് ഫിയറിംഗ് ആയിട്ട് ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തെ വിശ്വസിക്കുകയും ദൈവത്തിൽ ഉറയ്ക്കുകയും ചെയ്ത ഒരു സ്ത്രീയായിരുന്നു. നമ്മൾ ചരിത്രം വായിച്ചാല് അവളുടെ മകനായിരുന്നു ജോനാഥൻ എഡ്വേർഡ്സ് കർത്താവിന് വേണ്ടി ഒത്തിരി പ്രയോജനപ്പെട്ട ഒരു ദാസനായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഉള്ള ചരിത്രം പരിശോധിച്ചവർ പറയുന്നത്, അത് കഴിഞ്ഞ ആ ലൈനിൽ എസ്തർ എഡ്വേർഡ്സിന്റെ ലൈനില്
ഏകദേശം ഓരോ ജനറേഷൻ കഴിഞ്ഞ് വരുമ്പോൾ 100ഓളം ദൈവദാസന്മാരുണ്ടായി. അനേകം കോളേജ് പ്രൊഫസേഴ്സ് ഉണ്ടായി, അനേകം ഡോക്ടേഴ്സ് ഉണ്ടായി, അനേകം ലോയേഴ്സ് ഉണ്ടായി, അനേകം ജഡ്ജസ് ഉണ്ടായി. ദൈവത്തെ 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 വിശ്വസിച്ച സ്ത്രീയുടെ സന്തതിയായിട്ട്. നമ്മൾ സാറായുടെ കാര്യം നമ്മൾ കേട്ടല്ലോ. ജാതികൾ രാജാക്കന്മാരുണ്ടാകും എന്ന് കർത്താവ് പറഞ്ഞു. നമുക്കറിയാമല്ലോ ഇസ്രായേലിന്റെ കാര്യം എങ്ങനെ ദൈവം അത് തീർച്ചയായിട്ടും ഫുൾഫിൽ ചെയ്തു. സാറായുടെ ഒരു കാര്യവും അതിന് തടസ്സമായിട്ട് നിന്നില്ല. എന്നാൽ ഇത് വായിച്ചുകൊണ്ടിരിക്കുമ്പം അബ്രഹാമും സാറായും ചിരിച്ചതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. 17 കഴിഞ്ഞ് 18 അധ്യായത്തിന്റെ 14 വായിക്കുമ്പോൾ 14ന്റെ 12 വാക്യം. ആകയാൽ സാറ ഉള്ളുകൊണ്ട് ചിരിച്ചു, വൃദ്ധയായിരിക്കുന്ന എനിക്ക് സുഖഭോഗം ഉണ്ടാകുമോ? എന്റെ ഭർത്താവ് വൃദ്ധനായിരിക്കും എന്ന് പറഞ്ഞു യഹോവ അബ്രഹാമിനോട്, വൃദ്ധയായ ഞാൻ പ്രസവിക്കുന്നത് വാസ്തവമോ എന്ന് പറഞ്ഞ് സാറ ചിരിച്ചത് എന്ത്? സാറ അവിടെ ചിരിച്ചു. പക്ഷെ അതിന്റെ അടുത്ത വാക്യമാണ് 14ാമത്തെ വാക്യം. യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ? നമ്മുടെ ചെറിയ അവിശ്വാസങ്ങളിലും ആക്ച്വലി സാറ അവിശ്വസിച്ചെങ്കിൽ ഇവിടെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല അല്ലെ? ഇത്രയും വർഷം കഴിഞ്ഞിട്ടും എല്ലാ രീതിയിലും ഒരിക്കലും നടക്കാത്ത കാര്യം നടക്കുമ്പോഴാണ് സാറ ചിരിക്കുന്നത്. എങ്ങനെ ഇനി ഇത് സാധിക്കുമെന്ന്. പക്ഷെ കർത്താവ് അവിടെ പറയാം, എന്താ സാറ ചിരിച്ചത് എന്ന് പറഞ്ഞിട്ട് കർത്താവ് പക്ഷെ അവരെ കൈവിടുന്നില്ല. അവർ ചെറിയ വിശ്വാസം വന്നിട്ട് ഇനി വിശ്വസിക്കുന്നില്ലല്ലോ, ഞാൻ ചെയ്യുന്നില്ല എന്ന് കർത്താവ് പറയുന്നില്ല. കർത്താവ് ചോദിക്കുക, യഹോവയാൽ കഴിയാത്ത ഈസ് എനിത്തിങ് ടു ഹാർഡ് ഫോർ ദ ലോർഡ്? യഹോവയാൽ കഴിയാത്ത സാധ്യമുണ്ടോ? ഞാൻ ഓർക്കുമായിരുന്നു എൻ്റെ ജീവിതത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങളിലും കർത്താവ് തീർച്ചയായിട്ടും ഇത് ചെയ്തു തരും. 100 ഷുവർലി എന്നുള്ളൊരു വേർഡ് ഞാൻ എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഉപയോഗിക്കാം. ഷുവർലി ഗോഡ് ഹാസ് എ സൊല്യൂഷൻ. ഷുവർലി God will do what is required for me. നമ്മുടെ ഇന്നത്തെ ജീവിതം ഈസ് ടുഡേ ടു ഹാർഡ് ഫോർ യു. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് പ്രയാസമായിട്ട് തോന്നുന്നുണ്ടോ? കർത്താവ് പറയുക, ഈസ് എനിത്തിങ് ടു ഹാർഡ് ഫോർ ദ ലോർഡ്. ഇന്നത്തെ ദിവസത്തെ പ്രയാസങ്ങളെ ഏറ്റവും എളുപ്പമാക്കി തീർക്കാൻ കഴിയുന്ന ദൈവമാണ്. ദൈവത്താൽ കഴിയാത്തത് ഒന്നുമില്ല. ഞാൻ പലപ്പോഴും ഞാൻ ചെയ്യുന്ന ജോലിയോടനുബന്ധിച്ച് എത്ര സന്ദർഭങ്ങളിൽ ബുദ്ധിമുട്ടുള്ള പേഷ്യൻസിന്റെ കാര്യത്തിലും ചെറിയ ബേബീസിന്റെ കാര്യത്തിലും ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിൽ ഇപ്പോഴും ഞാൻ ഓർക്കുന്നു, ഈസ് എനിത്തിങ് ടു ഹാർഡ് ഫോർ ദ ലോർഡ് എന്ന് പറഞ്ഞിട്ട് ഞാൻ കർത്താവിനെ പ്രവർത്തിച്ചപ്പോൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. എനിക്കൊന്നൊരു 20 വർഷം മുമ്പ് TMM ഹോസ്പിറ്റലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഡ്വാർഫ് തീരെ ചെറിയ, അതായത് 25 വയസ്സാവുമ്പോഴും അല്ലെങ്കിൽ 29 വയസ്സാവുമ്പോഴും ഒരു 6 വയസ്സുള്ള കുട്ടിയെക്കാട്ടിലും ഒരു 4 വയസ്സുള്ള കുട്ടിയുടെ ഹൈറ്റ് ഉള്ള ഒരു ഡ്വാർഫ് ഉണ്ടായിരുന്നു. ആ കുട്ടി ആ സ്ത്രീ അവരൊരു നോർമൽ ഹൈറ്റ് ഉള്ള ഒരാളിനെ കല്യാണം കഴിച്ചിരിക്കുന്നത്. ആ സ്ത്രീ പ്രസവത്തിനായിട്ട് വന്നപ്പോൾ ഇത്രയും ചെറുതായിട്ട് അവൾക്ക് ആദ്യത്തെ രണ്ട് അബോർഷൻസ് ആയി. അത് കഴിഞ്ഞുള്ള 28-29 ആഴ്ചയേ ഉള്ളൂ. 28-29 ആഴ്ച എന്ന് പറഞ്ഞാൽ തീരെ ചെറിയ പ്രായമാണ് കുഞ്ഞിന്. അതിനേക്കാളും കൂടുതൽ അതിന്റെ യൂട്രസ് താങ്ങാൻ പറ്റില്ല. 29 ആഴ്ചയായപ്പം പ്രസവവേദനയായിട്ട് വന്നു. അതും ബ്രീച്ചായിട്ടാണ് വന്നത്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നത് രാത്രിയിലത്തെ ആ കോൾ എടുക്കുന്നത്. ഞാൻ വിചാരിച്ചു, അന്നൊന്നും ഇന്നത്തെ പോലത്തെ കുഞ്ഞുങ്ങളെ സർവൈവ് ചെയ്യിക്കാനായിട്ടുള്ള ഫെസിലിറ്റീസ് ഒന്നും എങ്ങും ഇല്ല, നമ്മുടെ നാട്ടിലൊന്നും ഇല്ല. അപ്പോൾ ഈ കുഞ്ഞിന് ഒരു കിഡ്നി ട്രേ എന്ന് പറയും, ഒരു ചെറിയൊരു ട്രേക്കകത്തോട്ടാണ് ഞാൻ ആ കുഞ്ഞിനെ എടുത്തത് പ്രസവിച്ചപ്പോൾ. ഞാൻ ഒത്തിരി സങ്കടത്തോടെ, ഒത്തിരി സങ്കടമായി പോയി, നമ്മൾ സാധാരണ പറയുന്ന പോലെ. എന്നിട്ട് ഇതിനെ ഒന്ന് ഹസ്ബൻഡിനെ കാണിക്കണമല്ലോ ഈ കുഞ്ഞിനെ എന്ന് വിചാരിച്ച് ഞാൻ നഴ്സറി സ്ഥലത്തോട്ട് കൊണ്ടുപോയി അവളോട് കിടത്തിയുണ്ടേ. ഞാൻ വിചാരിച്ചത്, ഈ മനുഷ്യനോട് എങ്ങനെ പറയും ഈ കുഞ്ഞിന് ജീവിക്കത്തില്ല എന്ന്. അതുകൊണ്ട് എൻ്റെ മനസ്സിൽ ഈ വാക്യം എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നത്, ഈസ് എനിത്തിങ് ടു ഹാർഡ് ഫോർ ദ ലോർഡ്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഇവർക്ക് കർത്താവിനെ ഒന്നും അറിയാത്തൊരു കുടുംബമാണ് ഈശോ കർത്താവിനെ പറ്റി. ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, മാനുഷികമായിട്ട് ഈ കുഞ്ഞിന് ജീവിക്കാൻ പറ്റത്തില്ല, അതിനുള്ള ത്രാണിയില്ല. പക്ഷെ കുഞ്ഞിന് എത്ര ഗ്രാം, ഒരു 500 ഗ്രാം ഉണ്ട്, 750 ഗ്രാം. എനിക്കിപ്പോഴും 750 ഗ്രാം ആയിരുന്നു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു യേശു കർത്താവിന് ഈ കുഞ്ഞിനെ ജീവിപ്പിക്കാൻ പറ്റുമെന്ന്. ഞാൻ വിശ്വസിച്ച് തന്നെ അദ്ദേഹത്തോട് പറഞ്ഞു പറ്റും എന്നുള്ളത്. അത് ദൈവം ആ കുഞ്ഞിനെ ജീവിപ്പിച്ചു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, കുഞ്ഞിന് ഒരു വയസ്സോ 2 വയസ്സോ ആയപ്പോ പിന്നെ ഞാൻ കാണുന്നത്, അതായത് അതിന് ഒരു ഓക്സിജനും ഒന്നും വേണ്ടി വന്നില്ല. അതാണ് അതിനകത്തെ അതിശയം. എനിക്ക് ഇന്നും അറിയത്തില്ല അത് എങ്ങനെയാ നടന്നത്. കാരണം അന്ന് അത്രയും ഫെസിലിറ്റീസ് ഒന്നും ഇല്ലായിരുന്നു അവിടെ. ജസ്റ്റ് ഒരു ഇൻക്യുബേറ്റർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ CPAPും വെന്റിലേറ്ററും ഒന്നും ഫെസിലിറ്റീസ് ഒന്നും അത്രയും ഇല്ലായിരുന്ന സമയത്തെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അല്ല, എനിക്ക് ആരും ട്രൈ ചെയ്തില്ല. കാരണം 750 ഗ്രാമേ ഉള്ളൂ കുഞ്ഞ്. ദൈവം അതിശയം പ്രവർത്തിച്ചു. ഈസ് എനിത്തിങ് ടു ഹാർഡ് ഫോർ ദ ലോർഡ്. നമ്മുടെ ഫിസിക്കൽ പ്രോബ്ലംസ്, നമ്മുടെ ഹാർട്ട് ഏക്സ്, ഇതൊക്കെ ദൈവത്തിന്
ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഞാൻ ബാക്കി കാര്യം നമുക്ക് അതിനെപ്പറ്റി അറിയാമല്ലോ. എനിക്ക് ഇതിനെക്കാട്ടിലും സാറയെ പറ്റി വായിച്ചപ്പോൾ എന്നെ ഒത്തിരി സാറായുടെ ലൈഫ് എൻകറേജ്മെന്റ് ആയി തീർന്നത് ഞാൻ പറയട്ടെ. സാറായി അബ്രഹാമിനെയാണ് ദൈവം വിളിച്ചത്, സാറായി അല്ല ആക്ച്വലി. അബ്രഹാം പുറപ്പെട്ടപ്പോൾ സാറ എന്താ ചെയ്തത്? അബ്രഹാം പോയ വഴിയേ സാറായി പോയി. സാറ ജസ്റ്റ് ഫോളോഡ് ഹർ ഹസ്ബൻഡ്. അത് കഴിഞ്ഞ് ഹസ്ബൻഡ് എന്നിട്ട് ഏകദേശം 600 മൈല് ആണ് കനാൻ ദേശം വരെയുള്ളത്. അത് നടന്ന് അവർ പോയി, ഒട്ടകത്തേലൊക്കെ ആയിരിക്കാം ചിലപ്പോൾ, അല്ലെങ്കിൽ നടന്നായിരിക്കാം. അത് കഴിഞ്ഞ് അവിടെ അവിടെ വരൾച്ച വന്നപ്പോൾ ഈജിപ്തിലോട്ട് പോകേണ്ടി വന്നു, മിസ്രൈമിലോട്ട് 300 മൈല് ഇനിയും അകലെയുള്ള സ്ഥലത്തോട്ട്. അപ്പോഴൊക്കെ എന്തെല്ലാം ഫിയേഴ്സ് മനസ്സിൽ വന്നു കാണും ഞാൻ ചിന്തിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഏറ്റവും പ്രയാസമുള്ള കാര്യം വന്നത് 12ാം അധ്യായത്തിലാണ്. സാറയുടെ കാര്യം ഞാൻ ആക്ച്വലി ഞാൻ കരഞ്ഞു പോയത് ഞാൻ പിന്നെയും വായിച്ചപ്പോഴും. 12ാം അധ്യായത്തിന്റെ 14ാം വാക്യം. അങ്ങനെ അബ്രഹാം മിസ്രൈമിൽ എത്തിയപ്പോൾ സ്ത്രീ അതിസുന്ദരി എന്ന് മിസ്രൈമിൽ കണ്ടു. ഫറവോന്റെ പ്രഭുക്കന്മാരും അവളെ കണ്ടു. ഫറവോന്റെ മുമ്പാകെ അവളെ പ്രശംസിച്ചു. സ്ത്രീ ഫറവോന്റെ അരമനയിൽ പോകേണ്ടി വന്നു. എനിക്കത് ചിന്തിക്കാൻ പറ്റാത്ത കാര്യം. ഒന്ന് ആലോചിച്ച് നോക്ക്. ഇത്രയും വിശ്വസിച്ച് ഇറങ്ങിയ ഒരു സ്ത്രീക്ക് മക്കൾ ഇതുവരെ ഉണ്ടായില്ല എന്ന് മാത്രമല്ല, വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഹസ്ബൻഡ് ഫെയിൽഡ് ഹെർ. അങ്ങനെയാണ് ഞാൻ വായിച്ച ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. തന്റെ സ്വന്തം ഭർത്താവിനെ ഇത്രയും സ്നേഹിച്ച് പുറപ്പെട്ടിട്ട് ഹസ്ബൻഡ് അവിടെ പോയി, ഹസ്ബൻഡ് സ്വന്തം ജീവിതത്തെ ഭയന്നിട്ട് അവർ ഒരുമിച്ച് ഒത്തിട്ടാണ് കള്ളം പറഞ്ഞത്. എങ്കിലും അവിടെ ഒരു കള്ളം പറഞ്ഞു, ഇത് എന്റെ സിസ്റ്റർ ആണെന്നുള്ളത്. പകുതി കള്ളമാണ് അത്. പക്ഷെ സാറായുടെ ലൈഫ് ഞാൻ ഈ അവളോട് കൊണ്ടുപോയാൽ, മിസ്രൈമിലോട്ട് കൊണ്ടുപോയാൽ ആ മനുഷ്യന്മാരെല്ലാം എന്നെ എന്ത് ചെയ്യും എന്നുള്ള ഭയം അവളെ എന്തുമാത്രം അവളെ പേടിപ്പിച്ച് കാണും. എനിക്കത് ഇപ്പോഴും ചിന്തിക്കാൻ വയ്യ. ദൈവം അത് അനുവദിച്ചു. പക്ഷെ സാറായി അതിൽ കൂടി വിശ്വാസം എന്താണെന്ന് പഠിച്ചു. ദൈവം എന്താ ചെയ്തെന്ന് നമുക്കറിയാം. നമുക്കത് വായിക്കാം. 16ാം വാക്യം, 12:16 ഞാൻ വായിക്കുന്നത്. ഉൽപ്പത്തി. സ്ത്രീ ഫറവോന്റെ അരമനയിൽ പോകേണ്ടി വന്നു. അവളുടെ നിമിത്തം അവൻ അബ്രാമിന് നന്മ ചെയ്തു. അവൻ ആടുപാടുകളെയും ആൺകഴുതുകളെയും അതെല്ലാം ഫറോ ചെയ്ത കാര്യമാണ്. താഴോട്ട് വരുമ്പോൾ 17, അബ്രഹാമിന്റെ ഭാര്യ സാറായി നിമിത്തം യഹോവ ഫറവോനെയും അവന്റെ കുടുംബത്തെയും അത്യന്തം ദണ്ഡിപ്പിച്ചു. അപ്പോൾ ഫറവോൻ അബ്രഹാമിനെ വിളിച്ചു, നീ എന്നോട് ചെയ്തത് എന്ത്? ഇവൾ നിന്റെ ഭാര്യ എന്ന് എന്നെ അറിയിക്കാത്ത എന്തെന്നും. സാറായിക്ക് വേണ്ടി സ്വന്തം ഹസ്ബൻഡ് അവളെ ഫെയിൽ ചെയ്തപ്പോൾ, അവളുടെ ജീവിതത്തിന് വില കൊടുക്കാതിരിക്കുന്നത് ഞാൻ പറയട്ടെ, കൊടുത്തപ്പോൾ ദൈവം സാറായിക്ക് വേണ്ടി പ്രവർത്തിച്ചു. അതൊരു വലിയൊരു അത് സാറായുടെ ലൈഫിനെ എത്രമാത്രം സാറായുടെ ലൈഫിൽ ഈ വന്ന ട്രയല്, സ്വന്തം ഹസ്ബൻഡ് അവളെ ഫെയിൽ ചെയ്ത സമയത്ത് അത് അവളെ ധൈര്യത്തിലോട്ട് നടത്തി, വിശ്വാസത്തിന്റെ വലിയ പടികളിലോട്ട് നടത്തി. 2 പത്രോസില് അങ്ങനെ ഒരു വാക്യമുണ്ട്, ദൈവത്തിന് അറിയാം, ഹി നോസ് ഹൗ ടു ഡെലിവർ ദ ഗോഡ്ലി ഔട്ട് ഓഫ് ട്രയൽസ് എന്നവിടെ ഒരു വാക്യമുണ്ട്. ദൈവത്തിന് അറിയാം എങ്ങനെ വിടുവിക്കണം. ദൈവം അതിശയം പ്രവർത്തിച്ച ദൈവം അത് വിടുവിച്ചതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. നമ്മൾ ഇനിയും തിരിച്ച് പിന്നെയും 20ാം അധ്യായത്തിലോട്ട് വരുമ്പോൾ അതേ കാര്യം പിന്നെയും സംഭവിക്കുന്നുണ്ട്. അതേ കാര്യം ജെനസിസ് 20ാം അധ്യായത്തില് അബിമേലെക്കിന്റെ ഞാൻ വായിക്കാം. അനന്തരം അബ്രഹാം അവിടെ നിന്ന് തെക്കേ ദേശത്തേക്ക് യാത്ര പുറപ്പെട്ട് കാദേശിനും സൂര്യനും മധ്യേ കൂടിയിരുന്ന് ഗരാറിൽ പരദേശിയായി പാർത്തു. അബ്രഹാം തന്റെ ഭാര്യയായ സാറയെ കുറിച്ച് അവളെന്റെ പെങ്ങൾ എന്ന് പറഞ്ഞു. ഗരാർ രാജാവിന്റെ അബിമേലേക്ക് ആളയച്ച് സാറായെ കൊണ്ടുപോയി. പിന്നെയും ഒരു 20 വർഷത്തിന് ശേഷം പിന്നെയും സെയിം കാര്യം. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പിന്നെയും സെയിം ട്രയൽസ്, പിന്നെയും നമുക്ക് പ്രയാസം വരുമ്പോൾ അതേ പ്രയാസം, കർത്താവെ ഈ പണ്ട് 20 വർഷം മുമ്പ് എനിക്ക് പിന്നെ സഹിക്കായിരുന്നു, ഇപ്പൊ എനിക്ക് അതിനുള്ള കഴിവില്ല കർത്താവെ, എനിക്ക് അതിനുള്ള മനക്കരുത്തില്ല, എനിക്ക് പറ്റത്തില്ല കർത്താവെ നമ്മൾ പറയുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നുണ്ടോ? ആ സാഹചര്യമാണ് ഇവിടെ സാറായുടെ ജീവിതത്തിൽ വന്നത്. ആളയച്ച് സാറായെ കൊണ്ടുപോയി. എന്നാൽ രാത്രിയിൽ ദൈവം സ്വപ്നത്തിൽ അബീമേലെക്കിനോട് അടുത്ത് വന്ന് അവനോട്, നീ എടുത്ത സ്ത്രീയുടെ നിമിത്തം നീ മരിക്കും, അവളൊരു പുരുഷന്റെ ഭാര്യ എന്ന് അരുളി ചെയ്തു. എനിക്ക് എൻ്റെ ഹൃദയം, എൻ്റെ കണ്ണുകളൊക്കെ നിറഞ്ഞു. നമുക്ക് പിന്നെയും പ്രയാസം വരുമ്പോൾ, നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ടവർ നമ്മളെ ശ്രദ്ധിക്കാതെ ഇരിക്കുമ്പോൾ കൂടെ കർത്താവ് നമ്മളെ ശ്രദ്ധിക്കുന്ന ഒരു അനുഭവം ഞാൻ കണ്ടു. ഇതെല്ലാം സാറായുടെ വിശ്വാസത്തെ വർദ്ധിപ്പിച്ചു. അതുകൊണ്ടാണ് സാറായിക്ക് പിന്നെ എബ്രായർ 11
സാറായുടെ പേരും കൂടെ അവിടെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ദൈവം നമ്മുടെ വിശ്വാസത്തെ നോക്കുക. ദൈവത്തിന്റെ ഹാൾ ഓഫ് ഫെയിമിൽ നമ്മുടെ പേര് എഴുതാനായിട്ട് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുക. ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ട്രയൽസിലും സർക്കംസ്റ്റൻസസിലും കർത്താവ് നമ്മളെ വിടുവിക്കും എന്നുള്ള ഞാൻ ഒരു വാക്യം വായിച്ചിട്ട് ഇത് അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുക. സങ്കീർത്തനം 46 ഞാൻ ഇടയ്ക്ക് പറഞ്ഞായിരുന്നു. അതിന്റെ ഒരു വാക്യശകലം ഇത് വായിച്ചപ്പോൾ പ്രത്യേകമായിട്ട് എന്റെ ശ്രദ്ധയിൽ വന്നു. സങ്കീർത്തനം 46 അതിന്റെ 3-ാം വാക്യത്തിന്റെ അവസാനത്തെ ലൈന്, നാം ഭയപ്പെടുകയില്ല. ഞാൻ മുഴുവൻ വായിക്കാം. ദൈവം നമ്മുടെ സങ്കേതവും ബലവും ആകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും തുണയായിരിക്കുന്നു. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതിലെ വെള്ളം ഇരച്ച് കലങ്ങിയാലും അതിന്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. കാരണം ദൈവം അതിന്റെ മധ്യമുണ്ട്. ദൈവം ഒരു പ്രസന്റ് ഹെൽപ്പാ. therefore we will not fear. ഈ വാക്ക് നമ്മുടെ ഹൃദയത്തെ ഇന്ന് പിടിച്ചു കുലുക്കട്ടെ, നമ്മുടെ ഹൃദയത്തെ സ്ഥിരപ്പെടുത്തട്ടെ, കുലുക്കിയിട്ട് സ്ഥിരപ്പെടുത്തട്ടെ. നാം ഭയപ്പെടുകയില്ല, കാരണം ദൈവം നമ്മുടെ പക്ഷത്തുണ്ട്. ഈ സാറായുടെ വിശ്വാസത്തെ വർദ്ധിപ്പിച്ച ദൈവം നമ്മുടെ വിശ്വാസത്തെയും സാറായുടെ ലൈഫിൽ കൂടെ വർദ്ധിപ്പിക്കാനായിട്ട് ദൈവം ഇടയാക്കട്ടെ. ആദ്യം ഇശ്മായിൽ ഉണ്ടായപ്പോൾ സാറായി അബ്രഹാം വിചാരിച്ചാണ് ഇതാണ് വാഗ്ദത്ത സന്തതി എന്ന്. അത് കഴിഞ്ഞ് കർത്താവ് സ്പെസിഫിക് ആയിട്ട് വാഗ്ദത്തം കൊടുക്കുക അല്ല, ഇവളിൽ നിന്ന്, സാറായിൽ നിന്നുണ്ടാകുന്ന ദൈവം അവരുടെ ചെറിയ അവിശ്വാസത്തെയും ചെറിയ അവിശ്വാസത്തിന്റെ പ്രവൃത്തികളെ ഒന്നും ദൈവം കണക്കിലെടുത്തില്ല. ദൈവത്തിന്റെ വാഗ്ദത്തം പിന്നെയാണ്. അതുപോലെ തന്നെയാണ് നമുക്ക് പലപ്പോഴും കുറവുകൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, തെറ്റുകളെ ഉണ്ടായിട്ടുള്ളൂ, വിശ്വാസക്കുറവേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ ദൈവം അതൊന്നും കണക്കിടാതെ നമ്മുടെ ദൈവത്തിന്റെ വാഗ്ദത്തം നിവർത്തിക്കും. നമ്മളെ ദൈവം ഒരു സ്ഥാനത്താക്കിയിട്ടുണ്ടെങ്കിൽ ആ സ്ഥാനത്ത് ചെയ്യേണ്ടി വരുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് ദൈവം നമുക്ക് ശക്തി തരും. എങ്ങനെ തരുമെന്ന് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. ദൈവം ചിലപ്പം വേറെ ആൾക്കാരെ കൊണ്ടുവരും നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. ചിലപ്പം ദൈവം അത് നമുക്ക് എളുപ്പമാക്കി തരും. ദൈവം എങ്ങനെയാ ചെയ്യുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല. ഒറ്റ കാര്യം മാത്രം, therefore we will not fear. നമ്മൾ സാറായി പേടി കൂടാതെ മിസ്രൈമിലോട്ടും അബിമേലെക്ക് ഗെരാറിലോട്ടും ഒക്കെ പോയി കർത്താവ് അവൾക്ക് വേണ്ടി പ്രവർത്തിച്ചു. ദൈവം ആ ജാതീയ രാജാവിനെ സ്വപ്നത്തിൽ സംസാരിച്ചു. ദൈവം പ്ലേക്സ് കൊണ്ടൊന്ന് സാറായെ വിടുവിച്ചു. God knows how to deliver the godly out of trials. ദൈവനാമത്തിന് വലിയ മഹത്വം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ദൈവം എത്ര വിശ്വസ്തനാ. നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലും നമ്മളെ നടത്താൻ കഴിവുള്ള ദൈവമാ. ദൈവം നമ്മളെ സഹായിക്കട്ടെ. therefore we will not fear. സാറായുടെ ലൈഫ് പിന്നെയും നിങ്ങൾ ആ 2:12, 20 വായിച്ച് കൂടുതൽ ധൈര്യപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുക. എന്നെ ദൈവം ധൈര്യപ്പെടുത്തിയ പോലെ നിങ്ങളെയും ദൈവം ധൈര്യപ്പെടുത്തട്ടെ. ഈശ്വരത്ത നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. കർത്താവെ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അങ്ങയുടെ സന്നിധിയിൽ വരുവാൻ തക്കവണ്ണം കർത്താവ് തന്ന ഈ അവസരത്തിനായിട്ട് സ്തോത്രം. കർത്താവെ, ഞങ്ങള് സാറായുടെ ലൈഫിൽ നിന്ന് എത്ര വലിയൊരു സ്റ്റോറിയാ പഠിച്ചത് കർത്താവ്, എത്ര വലിയൊരു ലെസനാ പഠിച്ചത് കർത്താവെ. ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഞങ്ങളെ ഏറ്റവും വേണ്ടപ്പെട്ടവർ പോലും ഞങ്ങളെ തള്ളിക്കളഞ്ഞേക്കാം, പക്ഷെ കർത്താവ് നിങ്ങളെ തള്ളിക്കളയത്തില്ലല്ലോ. ഏറ്റവും വേണ്ടപ്പെട്ടവര് അബ്രഹാമിനാണ് ഏറ്റവും വേണ്ടപ്പെട്ട. പക്ഷെ അബ്രഹാം സ്വന്തം ജീവിതത്തെ രക്ഷിക്കാനായിട്ട് തന്റെ ഭാര്യയെ പറ്റി ഒരു പകുതി കള്ളം പറഞ്ഞ് മുമ്പോട്ട് പോകാനായിട്ട് ചിന്തിച്ചു. പക്ഷെ കർത്താവ് ആ സാറായിക്ക് ഒരു കുഴപ്പവും വരുത്തിയില്ല. അതുകൊണ്ട് ഞങ്ങൾ എന്തെല്ലാം ഞങ്ങളുടെ സ്വന്തം കാരണങ്ങൾ കൊണ്ടോ ഞങ്ങളുടെ സാഹചര്യങ്ങളുടെ കാരണങ്ങൾ കൊണ്ടോ ഞങ്ങളൊരു പ്രയാസത്തിൽ അകപ്പെട്ടു പോയാലും വിടുവിക്കാൻ കഴിവുള്ള ദൈവമാണല്ലോ കർത്താവെ. ഞങ്ങള്